ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ, അതിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനം എന്തുവാണ് അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ 2.5 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നു. എനിക്ക് ഒരു 3 വർഷം മുന്നേ ഞാൻ ഹെയർ സ്മൂത്തിങ് ചെയ്തായിരുന്നു. അന്നേരം എനിക്ക് നന്നായിട്ട് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ വന്നു. അന്നേരം അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാനത് യൂസ് ചെയ്താൽ തുടങ്ങിയതാണ്. അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ ഞാൻ യൂസ് ചെയ്യുന്നത്, അവൾക്ക് വന്ന ആ ഒരു മാറ്റം ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് തൈറോയിഡ്, ഇസ്നോഫിലേക്ക് ഉള്ളതാണ്. തൈറോയിഡ് ഉണ്ടായിരുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഞാൻ കണ്ടത്, ഏറ്റവും കൂടുതൽ അവളെ കണ്ടത് ഞാൻ ഹെയർ ലോസ് ആണ്. മുടി ഫുള്ളായിട്ട് ഊരി പോവായിരുന്നു. അവിടെ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മുടി വളർത്തിയെടുത്തു, ഈ ഒരു ഹെയർ ഓയിലാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി മുടി പൊഴിഞ്ഞു പോയായിരുന്നു, മുട്ടയടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തെങ്കിൽ എനിക്ക് ആ ഹെയർ ഓയിലിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൂടാതെ അവൾക്ക് ഇസ്നോഫിലുണ്ട്, എന്നിട്ടും അവൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നു. യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നില്ല. അതിലുപയോഗിക്കുന്ന ഒരു സാധനം, അതൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സാധനമാണ്. എനിക്കൊന്ന് യൂട്യൂബിൽ ആരും ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ചെയ്തതിൽ അത് ആരും ഉപയോഗിച്ചിട്ടില്ല. അത് ചേർക്കാത്ത ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്ന കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, റോസ്മേരി വാട്ടർ ഉപയോഗിച്ചല്ലേ മുടി വളർന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാതെ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തരാം. അവളുടെ ഹെയർ 3 മാസം മുന്നേ ഹെയർ കട്ട് ചെയ്തതാണ്. എക്സാമിൻ്റെ സമയത്തൊക്കെ ഹെയർ കട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് അവൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പഴയ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഹെയർ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കത് കാണാം, ശേഷം നമുക്ക് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് ഹെയർ. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ മുതൽ നല്ലതായിട്ട് ഹെയർ പൊഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. മുട്ട അടിക്കുന്ന പോലെ ഫുൾ മുടി സ്കാൽപ്പിൽ നിന്ന് ഊരിപ്പൊക്കൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് ഞാൻ ഇത്രത്തോളം ആ ഒരു ഹെയർ ഓയിൽ മാത്രം യൂസ് ചെയ്ത് വളർത്തിയെടുത്തു. ഇത്രയും തിക്നെസ് കണ്ടല്ലോ അല്ലേ, ഇത്രയും തിക്നെസ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷമാണ്, അതായത് ഒരു 3 വർഷം മുന്നേ ഇത്രയും തിക്നെസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ഇത്രയും തിക്നെസ് ഉണ്ടായത്. ഇത് ഇവിടം വരെ ഹെയർ കട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത് ഇത്രയും ഹെയർ ഒരു 3-3.5 മാസം കൊണ്ട് അവർക്ക് പൊടിച്ചിട്ടുണ്ട്. ഇത്രയും ഹെയർ പൊടിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല കട്ടിയായിട്ടുണ്ട്. പിന്നെ താരൻ്റെ ശല്യമില്ല. എല്ലാം കൊണ്ട് നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് കിടപ്പുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ ഇനി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ എൻ്റെ മോളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഞാനും ഫാസ്റ്റ് സ്മൂത്ത്നിങ് ചെയ്തതിന് ശേഷം ഈ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഹെയർ കെയർ ചെയ്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്മൂത്ത്നിങ് ഇപ്പോൾ വീണ്ടും ചെയ്തിരിക്കുകയാണ്. 4 മാസമായി ചെയ്തിട്ട്. ഇപ്പോഴാണ് ഞാൻ റോസ്മേരിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത്. കഴിഞ്ഞ 2 വർഷം ഞാൻ ഈ ഓയിലും പിന്നെ കുറച്ച് ഹോം മെയ്ഡ് ടിപ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ വളർന്ന മുടിയുടെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകും, നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന അടിപൊളി ഓയിലാണ്. നമുക്ക് ഇനി ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. പച്ച നെല്ലിക്ക, മൈലാഞ്ചി ഇല, നവരയില, കൈതോന്നിയുടെ ഇല, പിന്നെ കരിഞ്ജീരകം. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഐറ്റത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇത്, അരയാലിൻ്റെ വള്ളി. അരയാൽ മരത്തിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന അതിൻ്റെ വള്ളിയാണിത്. ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐറ്റം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പ് ലഭിക്കാനും പിന്നെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കും. എനിക്ക് തോന്നുന്നു ഇത് വലിയ അങ്ങാടി കടയിൽ കിട്ടും, ചെറിയ കടയിൽ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ചോദിച്ച് നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞങ്ങളിത് മരത്തിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. താഴേക്ക് കിളിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പൊട്ടിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിരുന്ന നെല്ലിക്കയും കൈതോന്നിയും നവരയിലയും പിന്നെ മൈലാഞ്ചിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിവിടെ കറ്റർവാഴ ചേർക്കാം. ഞങ്ങൾ കറ്റർവാഴ അല്ലാതെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ മിക്സിയിൽ ഇത് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കരിഞ്ജീരകം 2 സ്പൂണ് ഇത്രയും ചേർത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ, ഇപ്പോൾ 1 കിലോ എണ്ണ എടുക്കുകയാണെങ്കിൽ അതിന് പകുതി ഓയിൽ ആദ്യം തന്നെ ഇതിലോട്ട് ഒഴിക്കുക. ഈ വെള്ളം ചേർക്കുകയും ചെയ്യരുത്. വെള്ളം ചേർത്ത് ഇത് മിക്സിയിൽ അടിക്കരുത്. പകുതി എണ്ണയോളം ഇതിൽ ഒഴിച്ചിട്ട് അതാണ് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ ഇതിൽ കുക്കിങ്ങോ യാതൊരു കാര്യവും ചെയ്യാറില്ല. ഇതിൻ്റെ എണ്ണ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ പരുവായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളറിലോട്ടാണ് മാറുന്നത്. അതിൻ്റെ ആ കളറാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങളും ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു പാത്രം എടുത്ത് വയ്ക്കുക. അല്ലാതെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക.
ഞങ്ങളിപ്പോൾ 1 കിലോ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 1/2 കിലോ എണ്ണയോളം ഞങ്ങളത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി എണ്ണ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടാൻ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് തിളച്ച് ഇപ്പോൾ നല്ല ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പപ്പയും അമ്മയും കൂടെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അവർ രണ്ടും കൂടെയാണ് ഈ എണ്ണയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം അരയാലിൻ്റെ വള്ളി അത് ഞങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 പിടിയോളം അമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ സത്തെല്ലാം അതിലോട്ട് അങ്ങ് ഊറി ഇറങ്ങണം. അതുവരെയും നന്നായിട്ട് കൈ എടുക്കാനേ പാടില്ല. അത്രയും നേരെ നമ്മൾ ക്ഷമയോടെ നിന്ന് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടിപ്പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ എണ്ണയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ നിങ്ങളിത് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. ഇത് ഇപ്പോൾ നന്നായിട്ട് ഇതിലോട്ടിട്ട് കറ്റാർവാഴയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം. അത് നമ്മൾ എണ്ണ ഇറക്കാറാകുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. അത് ഏകദേശം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് അരിച്ച് എടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കളർ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കാണാം. അത് അമ്മയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കളറൊക്കെ വരുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ എണ്ണ. ഈ ഹെയർ ഓയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം, തൈറോയ്ഡ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം, PCOS PCOD ഇവർക്കൊക്കെ അത് യൂസ് ചെയ്യാം. യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ എടുത്ത് പറയുന്നത് യാതൊരു പ്രശ്നവും ഇല്ല. ആ ഒരു സാധനം ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ അത് ചേർത്ത് ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞവർ അവർക്കൊക്കെ ചില ടെൻഷൻ കാണും, അവർക്കൊക്കെ ഉപയോഗിക്കാം. ഇനിയും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. എന്നാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.